നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബജറ്റിൽ ഇൻകം ടാക്സ് വർധനയ്ക്കുള്ള നീക്കം ചാൻസലർ റേച്ചൽ റീവ്സ് ഉപേക്ഷിച്ചു. നീക്കം പാർട്ടി എംപിമാരും പൊതുജനങ്ങളും എതിർത്തതോടെ യുകെയിൽ ഓൺലൈൻ ഷോപ്പിംഗ് തലവേദനയാകും. ഡെലിവറി ചെയ്ത സാധനങ്ങൾ ഡ്രൈവർമാർ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ചു പോകുന്നത് പതിവ് കാഴ്ച. യുകെയിൽ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് ക്രിസ്മസിന് മുൻപായി 200 പൗണ്ട് വീതം സൗജന്യമായി നൽകും. 3 മാസത്തിനുള്ളിൽ പണം അക്കൗണ്ടിൽ. യുകെയിലെ സൈനികാനുസ്മരണ ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രമായി വ്യാജ അഡ്മിറൽ. സംഭവം വെയിൽസിലെ റിമംബറൻസ് സൺഡേയിൽ. ശമ്പള തർക്കം. ഇംഗ്ലണ്ടിൽ റെസിഡൻസ് ഡോക്ടർമാർ 5 ദിവസത്തെ സമരം ആരംഭിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സും സ്വിറ്റ്സർലൻഡും തമ്മിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ബജറ്റിൽ ഇൻകം ടാക്സ് വർധനയ്ക്കുള്ള നീക്കം ചാൻസലർ റേച്ചൽ റീവ്സ് ഉപേക്ഷിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നു. പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ച് ലേബർ ഇത്തരമൊരു നീക്കം നടത്തുമെന്ന അഭ്യൂഹങ്ങൾ പടരുന്നതിനിടെ സ്വന്തം എംപിമാർ ചാൻസലർക്ക് താക്കീത് നൽകി. ബജറ്റിൽ ഇൻകം ടാക്സ് വർധനയ്ക്കുള്ള നീക്കം ചാൻസലർ റേച്ചൽ റീവ്സ് ഉപേക്ഷിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാർട്ടി എംപിമാരും പൊതുജനങ്ങളും ഇതിനെ എതിർക്കുമെന്ന് ഉറപ്പായതോടെ ഇൻകം ടാക്സ് വർധനയ്ക്കുള്ള നിർദ്ദേശം തള്ളിയെന്നും ഈ നീക്കം വേണ്ടെന്ന് വെച്ചതായി ട്രഷറിയിൽ നിന്നും ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റിയെ അറിയിച്ചെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ 30 ബില്യൺ പൗണ്ടിന്റെ ധനക്കമ്മി നേരിടുന്ന ചാൻസലർക്ക് ഇത് ഹിമാലയൻ ദൗത്യമാണ് സമ്മാനിക്കുക. ഈ മാസം ആദ്യം OBRന് അയച്ച സാമ്പത്തിക പ്രഖ്യാപനങ്ങൾ തിരുത്തി എഴുതിയതായി മറ്റൊരു സ്രോതസ്സും സ്ഥിരീകരിച്ചെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ മറ്റ് പല നികുതികളെ ആശ്രയിച്ചാകും ഈ തുക ഖജനാവിലേക്ക് കണ്ടെത്തേണ്ടി വരിക. ഇതിൽ ഗാംബ്ലിക്, വിലയേറിയ പ്രോപ്പർട്ടികൾക്കുള്ള ഉയർന്ന നികുതി എന്നിവ ഉൾപ്പെടാം. പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ നേതൃസ്ഥാനത്തിന് പോലും ഇളക്കം തട്ടുമെന്ന് വ്യക്തമായതോടെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്. ഇത്തരമൊരു മാറ്റമുണ്ടായത് സത്യമാണെങ്കിൽ നല്ല കാര്യമെന്നാണ് ടോറി നേതാവ് കെമി ബാഡനോക്ക് പ്രതികരിച്ചത്. എന്നാൽ ഒരു മാറ്റം കൊണ്ട് മാത്രം കാര്യങ്ങൾ മെച്ചപ്പെടില്ല. ജോലി, ബിസിനസ്, വീട്, പെൻഷൻ എന്നിവയിൽ പുതിയ നികുതി വരില്ല എന്ന് റീവ്സ് ഗ്യാരണ്ടി നൽകണം. സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കണം, ബാഡനോക്ക് പറഞ്ഞു. ചാൻസലർ ബജറ്റ് നിർദ്ദേശങ്ങൾ തിരുത്തി ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റിക്ക് അയച്ചതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ ഈ നിർദ്ദേശവുമായി മുന്നോട്ട് പോകുമെന്ന് റീവ്സ് ബജറ്റ് നിരീക്ഷകരെ അറിയിച്ചിരുന്നു. പദ്ധതി ഉപേക്ഷിച്ചതോടെ ആളുകൾ കൂടുതൽ നികുതി നൽകുന്ന പരിധി വെച്ച് കളിക്കാനുള്ള നീക്കങ്ങളാകും റീവ്സ് നടത്തുക. കോവിഡിന് ശേഷം ജീവിതം മാറിമറിഞ്ഞു പോയ ലോകത്ത് ഏറ്റവും സജീവമായി മാറിയതാണ് ഓൺലൈൻ ഷോപ്പിംഗ് മേഖല. ലോക്ക്ഡൌണിൽ ജനങ്ങൾ കടകളിൽ പോകുന്നത് ജീവഭയത്തോടെയായിരുന്നു. ആ കാലത്തു നിന്നും പഠിച്ച പുതിയ ശീലമാണ് വീട്ടുപടിക്കൽ എന്ത് സാധനവും എത്തിച്ചു തരുന്ന ഓൺലൈൻ ഷോപ്പിംഗ്. എന്നാൽ ഇതിനിടെ ഡെലിവറി ചെയ്ത സാധനങ്ങൾ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ചു പോകുന്ന ഡെലിവറി വാനുകളിലെ ഡ്രൈവർമാരെ കുറിച്ച് ആക്ഷേപം യുകെയിൽ ഉപഭോക്താക്കൾക്കിടയിൽ ഉയരുകയാണ്. ഓൺലൈൻ വഴി സാധനങ്ങൾ ഓർഡർ ചെയ്താൽ വീട്ടുകാർ ഡോർബെൽ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നത് പോലും കാത്തുനിൽക്കാൻ ക്ഷമയില്ലാതെ കൊണ്ടുവന്ന സാധനം വലിച്ചെറിഞ്ഞു പോകുന്നത് മുതൽ വീട്ടിൽ ആളില്ലെങ്കിൽ ഉയരമുള്ള ഗേറ്റിനു മുകളിലൂടെ വലിച്ചെറിയുമ്പോൾ പാക്കറ്റിനുള്ളിലെ സാധനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഡെലിവറി ഡ്രൈവർമാർ കാണിക്കാത്തതും യുകെയിൽ വലിയ പരാതികളാണ് ഉയർത്തുന്നത്. ഒന്നിലേറെ വീടുകൾ ഒന്നിച്ചുള്ള സാഹചര്യത്തിലും ടെറസ് വീടുകൾക്കും ഫ്ളാറ്റുകൾക്കുമൊക്കെ ഗേറ്റിലൂടെ നൽകാനുള്ള സൗകര്യമില്ലാത്തതിനാലും ഡ്രൈവർമാർ വീട് വാതിൽക്കൽ ഉപേക്ഷിച്ചു പോയ സാധനങ്ങളിൽ 666 മില്യൺ പൗണ്ടിന്റെ സാധനങ്ങളാണ് നഷ്ടമായതോ മോഷ്ടിക്കപ്പെട്ട നിലയിലോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ സാധനങ്ങൾ നഷ്ടമായാൽ പരിഹാരം തേടാൻ അവകാശമുണ്ട് എന്നത് പലരും മറന്നു പോവുകയും ചെയ്തു. അധികം വിലപിടിപ്പില്ലാത്ത സാധനമാണെങ്കിൽ പലരും വീണ്ടും ഓർഡർ ചെയ്ത് നഷ്ടമായതിന്റെ പിന്നാലെ നടക്കുന്ന സമയനഷ്ടം ഒഴിവാക്കാനും നോക്കുന്നതാണ് സാധാരണ പ്രവണത. ഈ വർഷം ആദ്യ 6 മാസത്തെ കണക്കിൽ തന്നെ 666 മില്യൺ പൗണ്ടിന്റെ പാർസലുകൾ നഷ്ടമാവുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു എന്നാണ് പരാതികൾ അന്വേഷിക്കുന്ന സ്വകാര്യ കമ്പനിയായ കോഡിയൻ കണ്ടെത്തിയിരിക്കുന്നത്. ഡെലിവറി ഡ്രൈവർമാർ വലിച്ചെറിയുന്ന പാക്കറ്റുകളിൽ ഗ്ലാസ് ഉൽപ്പന്നങ്ങളും മറ്റും ഉണ്ടാകുന്നത് അവയ്ക്ക് കാര്യമായ കേടുപാടിന് കാരണമാവുകയാണ്. അടുക്കള ജനൽ വഴിയും ടോയ്ലറ്റ് വിൻഡോ വഴിയുമൊക്കെ പാർസൽ പാക്കറ്റുകൾ അകത്തിടുന്നത് ഡ്രൈവർമാരുടെ വിനോദമായി മാറുകയാണ് എന്ന പരാതിയാണ് ഇപ്പോൾ കൂടുതലായും എത്തുന്നത്. ബക്കറ്റിൽ വെള്ളം ഇരുന്നത് ശ്രദ്ധിക്കാതെ അതിൽ പാക്കറ്റ് ഉപേക്ഷിച്ചു പോയ സംഭവവും പരാതിയിലുണ്ട്. സ്റ്റോക്ക് ഓൺ ട്രെൻഡ് മലയാളികളെ ദുഃഖത്തിലാഴ്ത്തി ഒരു മരണം കൂടി. 54 വയസ്സുകാരിയായ ലളിതാമ്മ കേശവപിള്ള ചന്ദ്രകലയാണ് മരിച്ചത്. സ്ട്രോക്കിന് പിന്നാലെയുള്ള പക്ഷാഘാതവും ന്യൂമോണിയ ബാധയെയും തുടർന്നാണ് മരണം. 1999 മുതൽ സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ താമസമാണ് കുടുംബം. ലളിതാമ്മയുടെ ഏക മകൾ നിഷ റോയൽ സ്റ്റോക്ക് ആശുപത്രി ജീവനക്കാരിയാണ്. മരുമകൻ ഹരി മെഡിസിൻ ഡിവിഷനിലും ജോലി നോക്കുന്നു. ലളിതാമ്മയുടെ സംസ്കാരം 21-ന് വെള്ളിയാഴ്ചയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 9:30 മുതൽ 11:30 വരെ പൊതുദർശനവും തുടർന്ന് സംസ്കാര ചടങ്ങുകളും നടക്കും. ബെഡ്വെൽ വർക്കിംഗ് മെൻസ് ക്ലബിലാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് ബെഡ്വെൽ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും. യുകെയിൽ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് ക്രിസ്മസിന് മുൻപായി 200 പൗണ്ട് വീതം സൗജന്യമായി നൽകുമെന്ന്
സാന്റാൻഡർ അറിയിച്ചു. 90 ദിവസങ്ങൾക്കുള്ളിൽ പണം അക്കൗണ്ടിൽ വരുമെന്ന് അറിയിച്ചുകൊണ്ട് അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് സാന്റാൻഡർ തന്റെ മെയിൽ സന്ദേശം അയച്ചിട്ടുണ്ട്. നിലവിലുള്ള ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കും അവരുടെ അക്കൗണ്ടുകൾ കറന്റ് അക്കൗണ്ട് സ്വിച്ച് വഴി സാന്റാൻഡർ എവരിഡേ, എഡ്ജ്, എഡ്ജപ്പ്, എഡ്ജ് എക്സ്പ്ലോറർ എന്നിവയിലേക്കോ പ്രൈവറ്റ് അക്കൗണ്ടിലേക്കോ സ്വിച്ച് ഓൺ ചെയ്ത് തുക നേടാവുന്നതാണ്. യുകെയിൽ 200 പൗണ്ട് വീതം അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് ക്രിസ്മസിന് മുൻപായി സൗജന്യമായി നൽകുമെന്ന് സാന്റാൻഡർ അറിയിച്ച പണം ലഭിക്കുന്നതിന് ഓഫർ അവസാനിക്കുന്നതിന് മുൻപായി അർഹതയുള്ള ഒരു കറന്റ് അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിനുള്ള അപേക്ഷ നൽകണം. ആദ്യ അപേക്ഷ നൽകിയ 60 ദിവസങ്ങൾക്കുള്ളിൽ CASS ഉപയോഗിച്ച് സ്വിച്ചിംഗ് പ്രക്രിയ പൂർണ്ണമാകണം. 2 സജീവമായ ഹൗസ് ഹോൾഡ് ഡയറക്ട് ഡെബിറ്റുകൾ അക്കൗണ്ടിൽ ചേർക്കണം. മാത്രമല്ല ചുരുങ്ങിയത് 1500 പൗണ്ടെങ്കിലും നിക്ഷേപിക്കുകയും വേണം. കൗൺസിൽ ടാക്സ് ബിൽ, മൊബൈൽ ഹോം ഫോൺ ബിൽ, ബ്രോഡ്ബാൻഡ്, TV പാക്കേജ് ബില്ലുകൾ, ഗ്യാസ് ഇലക്ട്രിസിറ്റി ബില്ലുകൾ എന്നിവയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പുതിയ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ക്ലബ് കാർഡ് ഉള്ളവർക്ക് പ്രധാനപ്പെട്ട ക്രിസ്മസ് സാധനങ്ങൾക്ക് ടെസ്കോ 50% വരെ കിഴിവ് നൽകുന്നു. മാർട്ടിൻ ലൂയിസ് മണി ഷോ ലൈവ് എന്ന ITV ഷോയിൽ മണി സേവിംഗ്സ് എക്സ്പെർട്ട് ആയ മാർട്ടിൻ ലൂയിസ് ആണ് ടെസ്കോയുടെ ക്രിസ്മസ് ഡീലിനെ കുറിച്ച് പറഞ്ഞത്. ഈ ഓഫർ ഉപയോഗിച്ചാൽ ക്ലബ് കാർഡ് ഉടമകൾക്ക് ഈ ക്രിസ്മസ് ട്രീ വെറും 20 പൗണ്ടിന് സ്വന്തമാക്കാം. 40 പൗണ്ട് വിലയുള്ള 5 മുതൽ 6 അടി വരെ ഉയരമുള്ള നോട്ട്മാൻ ഫർ ട്രീ ഉൾപ്പെടെ നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് സ്വന്തമാക്കാൻ കഴിയും. നവംബർ 13 മുതൽ തന്നെ ഈ ഓഫർ നിലവിൽ വരുന്നിട്ടുണ്ട്. വരുന്ന ഡിസംബർ 14 വരെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് തീരുന്നത് വരെയോ ഈ ഓഫർ നിലനിൽക്കും. 2.5 മുതൽ 3.5 അടി വരെ ഉയരമുള്ള നോട്ട്മാൻ ഫർ മരങ്ങൾക്ക് 30 പൗണ്ടിന് പകരം ഇപ്പോൾ 15 പൗണ്ട് നൽകിയാൽ മതി. ലൈറ്റോട് കൂടിയ ടെസ്കോ ഫൈനസ്റ്റ് ക്രിസ്മസ് ട്രീയുടെ വിലയാകട്ടെ 40 പൗണ്ടിന് പകരം 20 പൗണ്ട് ആകും. ഈ കിഴിവ് ലഭിക്കുന്നതിനായി നിങ്ങളുടെ ക്ലബ് കാർഡ് സ്റ്റോറിൽ സ്കാൻ ചെയ്യേണ്ടതുണ്ട്. യുകെയിലെ സൈനിക അനുസ്മരണ ചടങ്ങുകളിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയത് വ്യാജ അഡ്മിറൽ. റിമംബറൻസ് സൺഡേയിൽ വെയിൽസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങിലാണ് വ്യാജ അഡ്മിറൽ പ്രത്യക്ഷപ്പെട്ടത്. ചടങ്ങിനിടെ 12 മെഡലുകൾ അലങ്കരിച്ച നാവിക യൂണിഫോം ധരിച്ചെത്തിയ 64 വയസ്സുകാരനായ ജോനാഥൻ കാർലിയാണ് ഈ വ്യാജ അഡ്മിറൽ. റിമംബറൻസ് സൺഡേയിൽ വെയിൽസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന ചടങ്ങിലാണ് വ്യാജ അഡ്മിറൽ പ്രത്യക്ഷപ്പെട്ടത്. ചടങ്ങിനിടെ 12 മെഡലുകൾ അലങ്കരിച്ച നാവിക യൂണിഫോം ധരിച്ചെത്തിയ 64 വയസ്സുകാരനായ ജോനാഥൻ കാർലിയാണ് ഈ വ്യാജ അഡ്മിറൽ. ചടങ്ങിൽ സജീവമായി പങ്കെടുത്ത ജോനാഥൻ യുദ്ധസ്മാരകത്തെ അഭിവാദ്യം ചെയ്തു. സൈനിക ഉദ്യോഗസ്ഥന്റെ വേഷം അനുമതിയില്ലാതെ ധരിച്ചത് വിമുക്ത ഭടന്മാരെ അപമാനിക്കലാണ് എന്നാണ് റോയൽ നേവി ഈ സംഭവത്തോട് പ്രതികരിച്ചത്. ജോനാഥനെ അതിവേഗം സംശയത്തിന്റെ നിഴലിൽ നിർത്തിയത് അദ്ദേഹം ധരിച്ച യൂണിഫോമിലെ മെഡലുകളായിരുന്നു. കാൽനടപ്പട ആക്രമണ ഉദ്യോഗസ്ഥർക്ക് സാധാരണയായി നൽകുന്ന അലങ്കാര ഡിസ്റ്റിംഗ്വിഷ് സർവീസ് ഓർഡർ അദ്ദേഹം ധരിച്ചിരുന്നു. എന്നാൽ 30 വർഷത്തിലേറെയായി ഒരു റോയൽ നേവി ഉദ്യോഗസ്ഥനും ഈ ബഹുമതി നൽകിയിട്ടില്ല എന്നത് ജോനാഥൻ വ്യാജ അഡ്മിറലാണെന്ന് കണ്ടെത്തുന്നതിൽ നിർണായകമായി. റിമംബറൻസ് സൺഡേയിൽ നടന്ന സംഭവത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ശക്തമായ പ്രതികരണമാണ് ലഭിച്ചത്. നോർത്ത് വെയിൽസ് പോലീസിന് ലഭിച്ച റിപ്പോർട്ടുകളെ തുടർന്ന് ഉദ്യോഗസ്ഥർ അതിവേഗം പ്രതികരിക്കുകയും ജോനാഥൻ കർലിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതിയെ പിടികൂടിയിട്ടുണ്ട്, ചീഫ് ഇൻസ്പെക്ടർ ക്രിസ്റ്റൻ ബെവൽ പ്രസ്താവനയിലൂടെ അറിയിച്ചു. അനുമതിയില്ലാതെ യൂണിഫോം ധരിച്ചതിനാണ് ജോനാഥൻ കാർലിക്കെതിരെ പോലീസ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഡിസംബർ 11 വ്യാഴാഴ്ച കേർനാർ ഫോൺ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. ശമ്പളവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ റെസിഡന്റ് ഡോക്ടർമാർ 5 ദിവസത്തെ സമരം ആരംഭിച്ചു. 2023 മാർച്ചിന് ശേഷമുള്ള 13ാമത്തേതാണ് വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ആരംഭിച്ച സമരം. ഈ സമരം തുടരുകയാണെങ്കിൽ NHSൽ ജീവനക്കാരെ കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകി. ശമ്പള വർധനവിനായുള്ള ഇംഗ്ലണ്ടിൽ റെസിഡന്റ് ഡോക്ടർമാർ 5 ദിവസത്തെ സമരം ആരംഭിച്ചു. കഴിഞ്ഞ ജൂലൈയിലെ സമരം NHSന് 300 ബില്യൺ പൗണ്ട് അധിക ചെലവ് വരുത്തിയതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദീർഘമായ കാത്തിരിപ്പ് പട്ടിക കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കും സമരം തിരിച്ചടി സൃഷ്ടിക്കുന്നതായി NHS നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ തവണ സമരം നടന്നപ്പോൾ 54,000-ത്തിലധികം പരിശോധനകളും നിയമനങ്ങളും റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വന്നു. ഇതോടെ രോഗികൾക്ക് ചികിത്സ കിട്ടാൻ കൂടുതൽ സമയം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ഫ്ലൂ വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഈ സമരങ്ങൾ ശീതകാലത്ത് ആരോഗ്യ സേവനങ്ങൾക്ക് വലിയ സമ്മർദ്ദമുണ്ടാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ശമ്പള വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ആരോഗ്യ സെക്രട്ടറി വെസ് ട്രെറ്റിംഗ് ആവർത്തിച്ചു. 3 വർഷത്തിനിടെ ഡോക്ടർമാർക്ക് ഏകദേശം 30% വർധന ലഭിച്ചു എന്നതാണ് സർക്കാർ വാദം. എന്നാൽ യഥാർത്ഥ വരുമാന നഷ്ടം പരിഹരിക്കാൻ 26% വർധന വേണമെന്ന് BMA ആവർത്തിക്കുന്നു. അതേസമയം അടിയന്തര സേവനങ്ങൾക്ക് ബാധ്യതയുണ്ടാകുന്നില്ല എങ്കിൽ സമരത്തിൽ നിന്ന് ഡോക്ടർമാർ പിന്മാറില്ല എന്ന നിലപാടും സംഘടന വ്യക്തമാക്കി. NHSന്റെ മുൻകൂട്ടിയുള്ള അറിയിപ്പ് രോഗികൾക്ക് ലഭിച്ചില്ല എങ്കിൽ നിശ്ചയിച്ചിരിക്കുന്ന ചികിത്സയ്ക്ക് ഹാജരാകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും സ്വിറ്റ്സർലൻഡും തമ്മിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ 39% ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനും
US-ഉമായുള്ള സ്വിറ്റ്സർലൻഡിന്റെ വ്യാപാരം മിച്ചം കുറയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കരാറാണ് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. വാഷിംഗ്ടണിൽ വെച്ച് നടന്ന ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരാണ് ഈ പുരോഗതിയെക്കുറിച്ച് അറിയിച്ചത്. US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീഗറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സ്വിസ് സാമ്പത്തിക മന്ത്രി ഗൈ പാർമലൈൻ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ പാർമലൈൻ വിസമ്മതിച്ചു. ജൂബിലി വർഷത്തിന്റെ ഭാഗമായി വത്തിക്കാനിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിൽ ലിയോ 14 മാർപ്പാപ്പ ഹോളിവുഡ് താരങ്ങളുമായി ആശയവിനിമയം നടത്തും. അഭിനേതാക്കൾ, സംവിധായകർ, സിനിമാ മേഖലയിലെ മറ്റു പ്രമുഖർ എന്നിവരടക്കമുള്ളവർക്ക് ലിയോ മാർപ്പാപ്പ ശനിയാഴ്ച ആതിഥേയത്വം വഹിക്കുന്നതെന്ന് വത്തിക്കാൻ അധികൃതർ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ നടക്കുന്ന യോഗത്തിൽ ഹോളിവുഡ് നടന്മാരായ കേറ്റ് ബാങ്കറ്റ്, ക്രിസ് പൈൻ, ആദം സ്കോട്ട്, മോണിക്ക ബെല്ലുച്ചി, അലിസൺ ബ്രി, ഡേവ് ഫ്രാങ്കോ, വിഗോ മോർട്ടൻസൺ എന്നിവരും ഓസ്കാർ ജേതാക്കളായ സംവിധായകൻ സ്പൈക്ക് ലീ, ജോർജ് മില്ലർ, ജൂസേപ്പ ടോർണത്തോറെ, ഗസ്വാൻ സാന്റ എന്നിവരും പങ്കെടുക്കും. മുൻ ട്വിറ്റർ സിഇഒ പരാഗ് അഗർവാൾ സ്ഥാപിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ പാരലൽ വെബ് സിസ്റ്റംസ് സീരീസ് എ ഫണ്ടിങ്ങിലൂടെ $100 മില്യൺ സമാഹരിച്ചു. ഈ നിക്ഷേപത്തോടെ കമ്പനിയുടെ മൂല്യം $740 മില്യൺ എത്തി. AI ഏജന്റുമാർക്കുള്ള വെബ് സെർച്ച് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കുന്നതിനും ഓൺലൈൻ ഉള്ളടക്ക ദാതാക്കളുമായുള്ള കരാറുകളെ പിന്തുണയ്ക്കുന്നതിനുമായാണ് പുതിയ ഫണ്ട് വിനിയോഗിക്കുക. വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളായ ക്ലീനർ പെർഗിൻസും ഇൻഡെക്സ് വെഞ്ചേഴ്സും സഹകരിച്ചാണ് ഈ ഫണ്ടിംഗ് സമാഹരണം. ഖോസ്ല വെഞ്ചേഴ്സ് ഉൾപ്പെടെയുള്ള നിലവിലുള്ള നിക്ഷേപകരും പങ്കാളികളായി. AI സിസ്റ്റങ്ങൾക്ക് തത്സമയ വെബ് ഡേറ്റ ആക്സസ് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസുകൾ പാരലൽ വികസിപ്പിക്കുന്നുണ്ട്. ഇത് കാലികമായ വിവരങ്ങൾ ആവശ്യമുള്ള ജോലികൾ പൂർത്തിയാക്കാൻ AI ഏജന്റുമാരെ അനുവദിക്കുന്നു. അമേരിക്കയിലെ 7 കോടിയിലധികം വരുന്ന സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കൾക്കിടയിൽ കടുത്ത ആശങ്ക ഉയർത്തിക്കൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടുകൾ 2033 ആകുമ്പോഴേക്കും തീർന്നു പോയേക്കാമെന്ന കണക്കുകൂട്ടലുകൾ സജീവമാകുന്നു. ഫണ്ട് സുരക്ഷിതമാക്കാൻ അടുത്ത 7 വർഷത്തിനുള്ളിൽ കോൺഗ്രസ് നടപടിയെടുത്തില്ല എങ്കിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താക്കൾക്കിടയിൽ കടുത്ത ആശങ്ക ഉയർത്തിക്കൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടുകൾ 2033 ആകുമ്പോഴേക്കും തീർന്നു പോയേക്കാമെന്ന കണക്കുകൂട്ടലുകൾ സജീവമാകുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ നൽകുന്ന വിവരം അനുസരിച്ച് 2033 ആകുമ്പോൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന തുകയിൽ ഏകദേശം 23% കുറവ് വരാൻ സാധ്യതയുണ്ട്. നിയമപരമായി റിസർവുകൾ തീരുമ്പോൾ ഫെഡറൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനം മാത്രം ആനുകൂല്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും. ഇത് 24% വരെ ഫണ്ട് കുറയാൻ കാരണമാകും. ബാലൻസ് റിപ്പോർട്ട് അനുസരിച്ച് വിവാഹിതരും വിരമിച്ചവരും അല്ലെങ്കിൽ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നവരുമായ ദമ്പതികൾക്ക് പ്രതിവർഷം $18,000 സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ നഷ്ടമായേക്കാം. ഏർണഡ് ഇൻകം റിട്ടയർമെന്റ് ബെനിഫിറ്റിലെ കുറവിന് പുറമെ മെഡിക്കെയർ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഫണ്ടും കുറയുമെന്നും ബാലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് മറ്റു നടപടികൾ എടുത്തില്ല എങ്കിൽ 2032 മെഡിക്കെയർ ആനുകൂല്യങ്ങൾ 11% വരെ കുറയാൻ സാധ്യതയുണ്ട്. ഇത് 69 മില്യൺ ഗുണഭോക്താക്കളെ പ്രതികൂലമായി ബാധിക്കും. ട്രസ്റ്റ് ഫണ്ടുകളുടെ നിലവിലെ അവസ്ഥയും കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ ഫെഡറൽ ബജറ്റിന്റെ പ്രൊജക്ഷനുകളും അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ വെട്ടിക്കുറവ് ഗുണഭോക്താക്കൾക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അവരുടെ ജീവിത നിലവാരം താഴുകയും ചെലവുകൾ വീണ്ടും വെട്ടിച്ചുരുക്കേണ്ടിയും വരും. 62 വയസ്സു കഴിഞ്ഞ പകുതിയോളം കുടുംബങ്ങളിൽ ഈ ബെനിഫിറ്റ് അക്കൗണ്ടാണ് പ്രധാനമായുള്ളത്. കൂടാതെ സെന്റർ ഓൺ ബജറ്റ് ആൻഡ് പോളിസി പ്രയോറിറ്റീസിന്റെ 2025 കണക്കുകൾ ഉദ്ധരിച്ച് ബാലൻസ് റിപ്പോർട്ട് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല എങ്കിൽ 22 മില്യൺ അമേരിക്കക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാകുമെന്നാണ്. US-ലെ H-1B വിസ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് റിപ്പബ്ലിക്കൻ ജനപ്രതിനിധി മാർജറി ടൈലർ ഗ്രീൻ ബിൽ അവതരിപ്പിക്കാനൊരുങ്ങും. ഈ നീക്കം H-1B വിസ വഴി US-ലെത്തി പൗരത്വം നേടാനുള്ള വിദേശികളുടെ വഴി അടയ്ക്കുമെന്ന് മാർജറി ടൈലർ ഗ്രീൻ എക്സിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. US-ൽ ജോലി ചെയ്യുന്ന വിദേശികൾ വിസ കാലാവധി തീരുന്നതോടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് നിർബന്ധമാക്കുന്ന തരത്തിൽ നിയമം മാറ്റണമെന്നാണ് മാർജറിയുടെ ആവശ്യം. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വിസകൾക്ക് പ്രതിവർഷം 10,000 എന്ന പരിധി മാത്രം താൽക്കാലികമായി അനുവദിക്കാമെന്നും എന്നാൽ 10 വർഷത്തിനുള്ളിൽ അതും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നും അവർ വ്യക്തമാക്കി. US-ൽ കഴിഞ്ഞ ഗവൺമെന്റ് ഷട്ട്ഡൌൺ സമയത്ത് 43 ദിവസത്തോളം പ്രതിഫലമില്ലാതെ സേവനമനുഷ്ഠിച്ച ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്ക് $10,000 ബോണസ് പ്രഖ്യാപിച്ചു. ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നോയിം ജോർജ് ബുഷ് ഇന്റർകോണ്ടിനൽ എയർപോർട്ടിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രഖ്യാപനം നടത്തിയത്. ഷട്ട്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഷിഫ്റ്റുകൾ ഏറ്റെടുത്ത റിക്കോ വാക്കർ, ആദ്യമായി വീട് വാങ്ങാൻ ഒരുങ്ങുന്ന ആഷ്ലി തുടങ്ങിയ ഉദ്യോഗസ്ഥരെ അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു. രാജ്യത്തുടനീളമുള്ള TSA ഉദ്യോഗസ്ഥർക്ക് വലിയ ആദരവായുള്ള അംഗീകാരം എന്ന നിലയിലാണ് ഈ ബോണസുകൾ പ്രഖ്യാപിക്കപ്പെട്ടതെന്നും നോയിം കൂട്ടിച്ചേർത്തു.
ഉദ്യോഗസ്ഥർക്ക് വരും ദിവസങ്ങളിൽ ശമ്പള കുടിശ്ശികയും ബോണസും നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. അമേരിക്കയിൽ ന്യൂട്രീഷനിസ്റ്റും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ഡയാന ഏരിയസ് അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ചു. 13-ാം തീയതി രാവിലെ 6:30 പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഡയാനയെ അഗ്നിരക്ഷാ സേന ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. റിയോ ഡി ജനീറോയുടെ വടക്കുകിഴക്കൻ നഗരമായ കാമ്പോസ് ഡോസ് ഗോയ്റ്റാക്കാസിലെ യൂണിക് ടവേഴ്സ് കോണ്ടോമിനിയത്തിന് സമീപമാണ് സംഭവം നടന്നത്. ചികിത്സ പൂർത്തിയാക്കുന്നതിന് മുൻപ് അനുമതിയില്ലാതെ ഡയാന ആശുപത്രിയിൽ നിന്ന് പുറത്തുപോയതായി ആശുപത്രി വക്താവ് ഫെരേര മച്ചാഡോ സ്ഥിരീകരിച്ചു. തിരികെ അപ്പാർട്ട്മെന്റിലെത്തിയ ഡയാന അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം കാമ്പോസിലെ ലീഗൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറ്റി. മരണകാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ പ്രസ്ഥാനത്തെ അനുകൂലിച്ചിരുന്ന തീപ്പൊരി നേതാവും US കോൺഗ്രസ് അംഗവുമായ മാർജറി ട്രെയ്ലർ ഗ്രീനിനെ തള്ളി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർജറിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണ് എന്ന് ട്രംപ് വ്യക്തമാക്കി. US കോൺഗ്രസ് അംഗവുമായ മാർജറി ട്രെയ്ലർ ഗ്രീനിനെ തള്ളി മാർജറിക്കുള്ള പിന്തുണ പിൻവലിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള മാർജറിയെ വെളിവില്ലാത്ത വിഡ്ഢിയാണെന്നും ട്രംപ് വിശേഷിപ്പിച്ചത് അമേരിക്കയിൽ വലിയ വിവാദമാകുന്നു. ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലെ പോസ്റ്റിലൂടെയാണ് ട്രംപ് ഇത് അറിയിച്ചത്. കോൺഗ്രസ് വുമൺ മാർജറി ട്രെയ്ലർ ഗ്രീനിനുള്ള പിന്തുണയും അംഗീകാരവും പിൻവലിക്കുകയാണ് എന്നും എല്ലാ കാര്യത്തിലും പരാതി മാത്രം പറയുന്ന സ്ത്രീയായാണ് മാർജറിയെ കാണുന്നത് എന്നും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചു. US ഇടക്കാല തിരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് ട്രംപിന്റെ ഈ നടപടി. ജീവിത ചെലവ്, ജെഫ്രി എപ്സ്റ്റൈൻ വിവാദം എന്നിവയിൽ ട്രംപ് കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് ട്രംപ് മാർജറിയെ തള്ളിപ്പറയുന്നത്. മാർജറിയുടെ സംസ്ഥാനമായ ജോർജിയയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ അവർക്കെതിരെ മത്സരിച്ചാൽ എതിരാളിയെ പിന്തുണയ്ക്കാൻ താൻ തയ്യാറാകുമെന്നും ട്രംപ് പറഞ്ഞു. അവിടുത്തെ ജനങ്ങൾക്ക് അവരെയും അവരുടെ കോപ്രായങ്ങളെയും മടുത്തുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മാർജറി തീവ്ര ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 116.75 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.13 യൂറോ, ഒരു US ഡോളർ 88.66 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.02 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.21 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ബീഹാർ മോഡൽ ചില രാഷ്ട്രീയ സങ്കല്പങ്ങളെ തിരുത്തിയെഴുതുന്നതാണ്. കൃത്യമായ മുഖ്യമന്ത്രി മുഖമുണ്ടെങ്കിൽ നേട്ടം, യുവാക്കൾക്ക് പിന്തുണയേറും, മറ്റെന്തിനുമപ്പുറം മതജാതി വിചാരം വിജയത്തിനപ്പുറം സഹായിക്കും, ഉയർന്ന പോളിംഗ് ശതമാനം ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവാകും തുടങ്ങിയ വിലയിരുത്തലുകളാണ് ബീഹാറിൽ തിരുത്തപ്പെടുന്നത്. ബീഹാറിൽ വൻ ഭൂരിപക്ഷത്തോടെ BJP സർക്കാർ അധികാരത്തിൽ തുടരാൻ പോകുമ്പോഴും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ BJP താൽപര്യപ്പെട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിതീഷിനെ ഒതുക്കാനാണ് പരോക്ഷമായി BJP ശ്രമിച്ചത്. തർക്കത്തിന്റെ സൂചനകൾ ഇന്നലെ ഉണ്ടാവുകയും JDU സ്വരം കടുപ്പിക്കുകയും ചെയ്തു. കേന്ദ്രത്തിലെ സർക്കാരിന്റെ നിലനിൽപ്പിൽ JDUവിനുള്ള പങ്ക് പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത് ബുദ്ധിപരമല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ നേതാവായ നിതീഷ് തുടരും. എന്നാൽ 5 വർഷത്തേക്കെന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാവില്ല എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മറുപക്ഷത്ത് മഹാസഖ്യ മുഖ്യമന്ത്രി മുഖമായി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുന്നതിനോട് കോൺഗ്രസിന് വിയോജിപ്പുണ്ടായിരുന്നു. ജാതീയ വോട്ടുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിചാരമായിരുന്നു കാരണം. തർക്കങ്ങൾക്കൊടുവിൽ തേജസ്വിയെ മാത്രമല്ല ഇതുവരെ ഒരു തിരഞ്ഞെടുപ്പ് പോലും ജയിക്കാത്ത മുകേഷ് സാഹനിയെ ഉപമുഖ്യമന്ത്രിയായി ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ചു. ആരാവും സർക്കാരിനെ നയിക്കുക എന്ന വ്യക്തത മേൽക്കൈ നൽകുന്നുവെന്നാണ് സഖ്യം അവകാശപ്പെട്ടത്. ബീഹാറിലെ തോൽവി വിലയിരുത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നേതാക്കളുടെ യോഗം ചേർന്നു. ഘടകകക്ഷി നേതാക്കളുമായി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും സംസാരിച്ചു. ബീഹാറിലെ തോൽവി വിലയിരുത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ നേതാക്കളുടെ യോഗം ചേർന്നതിനു പിന്നാലെ ബീഹാറിൽ വോട്ട് കൊള്ളയാണ് നടന്നതെന്ന് നേതാക്കൾ വീണ്ടും ആരോപിച്ചു. തേജസ്വിയുമായി രാഹുൽ സംസാരിച്ചെന്നും ആർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഫലമല്ല ബീഹാറിൽ ഉണ്ടായിരിക്കുന്നതെന്നും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. 90%-ലധികം സ്ട്രൈക്ക് റേറ്റ് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പോലും ഉണ്ടായിട്ടില്ല. ബീഹാറിലെ കൃത്യമായ ഡേറ്റ ശേഖരിക്കുകയാണ്. ഘടകകക്ഷികളുമായി സംസാരിച്ച് കൃത്യമായ തെളിവുമായി വരും. ബീഹാറിലെ വോട്ട് കൊള്ളയാണെന്നതിൽ തർക്കമില്ല. വോട്ടിംഗിൽ കൃത്രിമത്വം നടന്നു. ഇത് തിരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് പറയുന്നതല്ല. ഇന്ത്യൻ ജനാധിപത്യം അതീവ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഹരിയാനയിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. 19 കേസുകൾ ഹരിയാനയിലെ കോടതിയിലുണ്ട്.
നിയമപരമായി അവിടെ പോരാടുകയാണ്. കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ല. കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് SIR നടപ്പിലാക്കുന്നത്. കോൺഗ്രസിനെ പിളർക്കാൻ മോദി ഇറങ്ങിയാൽ ആരും വീഴാൻ പോകുന്നില്ല തുടങ്ങിയ വാദങ്ങളാണ് KC വേണുഗോപാൽ ഉന്നയിച്ചത്. ചെങ്കോട്ടയ്ക്ക് മുന്നിലുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 4 ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ റദ്ദാക്കി. ഡോക്ടർമാരായ മുസാഫർ അഹമ്മദ്, അദീൽ അഹമ്മദ് റാത്തർ, മുസാഫിൽ ഷക്കീൽ, ഷഹീൻ സയ്യിദ് എന്നിവരുടെ ഇന്ത്യൻ മെഡിക്കൽ രജിസ്റ്റർ, നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ എന്നിവയാണ് റദ്ദാക്കിയത്. ഇവർക്ക് ഇന്ത്യയിൽ ഒരിടത്തും ഇനി ചികിത്സ നടത്താനോ ഏതെങ്കിലും മെഡിക്കൽ പദവി വഹിക്കാനോ കഴിയില്ല. അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇവർക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതായി NMCയുടെ ഉത്തരവിൽ പറയുന്നു. ഫരീദാബാദിൽ തീവ്രവാദ ബന്ധമുള്ള ഡോക്ടർമാരെ ജമ്മു കാശ്മീർ പോലീസ് കണ്ടെത്തിയതിനു പിന്നാലെയായിരുന്നു ചെങ്കോട്ടയ്ക്ക് മുന്നിൽ കാർ ബോംബ് സ്ഫോടനം നടന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 6:52 രാജ്യത്തെ നടുക്കിയ സംഭവം. രാജ്യതലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ മേഖലകളിൽ ഒന്നായ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനും ജുമാ മസ്ജിദിനും സമീപമാണ് സ്ഫോടനം നടന്നത്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും രാജി. കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി NV ബാബുരാജ് രാജിവെച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നതായി ബാബുരാജ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. നേരത്തെ നടക്കാവ് കൗൺസിലർ അൽഫോൺസ രാജിവെച്ച് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിരുന്നു. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും ദീപാദാസ് മുൻഷിക്കും ബാബുരാജ് പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് തിരിച്ചടി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തു. മേൽവിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇതോടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിച്ചേക്കില്ല. പേരൂർക്കട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനിയായ 24-കാരി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തുടക്കം മുതൽ ശ്രദ്ധ നേടിയിരുന്നു. KSU ജില്ലാ വൈസ് പ്രസിഡന്റും ടെക്നോ പാർക്ക് ജീവനക്കാരിയും കൂടിയാണ് വൈഷ്ണ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ 2ാം ദിനം ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നു. 34 ഓവർ പിന്നിടുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 75 റൺസ് എന്ന നിലയിലാണ് ആതിഥേയർ. 9 വിക്കറ്റുകൾ കയ്യിലിരിക്കെ ദക്ഷിണാഫ്രിക്കയുടെ 1ാം ഇന്നിംഗ്സ് സ്കോറിലേക്കുള്ള ദൂരം 84 റൺസ് മാത്രം. KL രാഹുലും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. ഇരുവരും ചേർന്ന് 50 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി. ഇന്നിംഗ്സിനിടെ രാഹുൽ ടെസ്റ്റിൽ 4000 റൺസ് എന്ന നാഴികക്കല്ലും പിന്നിട്ടു. ഓപ്പണർ യശസ്വി ജയ്സ്വാൾ നേരത്തെ പുറത്തായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബജറ്റിൽ ഇൻകം ടാക്സ് വർധനയ്ക്കുള്ള നീക്കം ചാൻസലർ റേച്ചൽ റീവ്സ് ഉപേക്ഷിച്ചു. നീക്കം പാർട്ടി എംപിമാരും പൊതുജനങ്ങളും എതിർത്തതോടെ. UK-യിൽ ഓൺലൈൻ ഷോപ്പിംഗ് തലവേദനയാകും. ഡെലിവറി ചെയ്ത സാധനങ്ങൾ ഡ്രൈവർമാർ വീട്ടുപടിക്കൽ ഉപേക്ഷിച്ചു പോകുന്നത് പതിവ് കാഴ്ച. UK-യിൽ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് ക്രിസ്മസിന് മുൻപായി 200 പൗണ്ട് വീതം സൗജന്യമായി നൽകും. 3 മാസത്തിനുള്ളിൽ പണം അക്കൗണ്ടിൽ. UK-യിലെ സൈനികാനുസ്മരണ ചടങ്ങിൽ ശ്രദ്ധാകേന്ദ്രമായി വ്യാജ അഡ്മിറൽ. സംഭവം വെയിൽസിലെ റിമംബറൻസ് സൺഡേയിൽ. ശമ്പള തർക്കം. ഇംഗ്ലണ്ടിൽ റെസിഡൻസ് ഡോക്ടർമാർ 5 ദിവസത്തെ സമരം ആരംഭിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സും സ്വിറ്റ്സർലൻഡും തമ്മിൽ വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.